നമസ്കാരം, ഞാൻ അലിഷ മരിയ ഷാജി, ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ്, ഡെസ്പർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ഭാഷാ സംസാര വൈകല്യങ്ങളെ പറ്റിയാണ്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ അവരുടെ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ തന്നെ അവരുടെ ചുറ്റും കാണുന്ന ആളുകൾ, അവർക്ക് ചുറ്റും കേൾക്കുന്ന സൗണ്ടുകൾ, ഇതെല്ലാം തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ അവരുടെ ഭാഷാ സംസാരങ്ങൾ അഫക്റ്റ് ചെയ്തേക്കാം? പൊതുവെ നോക്കുകയാണെങ്കിൽ ചില ജനറ്റിക് കണ്ടീഷനുകൾ അല്ലെങ്കിൽ ജനിതക മാറ്റങ്ങൾ, ഡൗൺ സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങൾ കാരണം കുഞ്ഞുങ്ങളുടെ ഭാഷയും അവരുടെ സംസാരശേഷിയും അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്തേക്കാം. ഇനി അതല്ല, ചില കുഞ്ഞുങ്ങളിൽ കേൾവിക്കുറവ്, ജന്മനാൽ കേൾവിക്കുറവുള്ള കുഞ്ഞുങ്ങളിൽ ഭാഷാ വൈകല്യങ്ങൾ കാണപ്പെട്ടേക്കാം. ചില കേസുകളിൽ മുച്ചുണ്ട് അല്ലെങ്കിൽ ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ്, സ്ട്രക്ചറലി വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ കാരണം അവരുടെ സ്പീച്ചിനെ അത് എഫക്ട് ചെയ്യാം. ഇതൊന്നുമല്ലാതെ ഓട്ടിസം, ADHD പോലുള്ള കേസുകളിലും കുഞ്ഞുങ്ങളിലെ ഭാഷാ സംസാര ശേഷികൾ വൈകല്യപ്പെട്ടേക്കാം. ഇതല്ലാതെ കുറച്ച് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കൂടിയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഒരു അഡിക്വേറ്റ് സ്റ്റിമുലേഷൻ മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജിനെ അഫക്ട് ചെയ്തേക്കാം. അതല്ലെങ്കിൽ നോർമലായി ഒരു കുഞ്ഞ് സംസാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഭാഷ ഉപയോഗിക്കുന്ന രീതിയിലോ അവർ ഉപയോഗിക്കാൻ സാധിക്കാതെ അവർക്ക് വന്നേക്കാം. പല പഠനങ്ങളും കുട്ടികളുടെ ക്രിട്ടിക്കൽ ഏജ് എന്നൊരു കാര്യത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച് വളർന്ന് വലുതാകുന്നതിനോടൊപ്പം തന്നെ അവരിൽ ഒരു ക്രിട്ടിക്കൽ ഏജ് എന്ന് പറയുന്ന ഒരു ഘടകവും കൂടിയുണ്ട്. ഈ ഒരു ക്രിട്ടിക്കൽ ഏജിലായിരിക്കും ഏറ്റവും കൂടുതൽ ഭാഷാ ഡെവലപ്മെന്റ്സ്, സംസാര ഡെവലപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിൽ നടക്കുന്നത്. ഒരു കുഞ്ഞ് 5 വയസ്സാകുന്നതിന് മുന്നേ തന്നെ മെജോറിറ്റി ഓഫ് വേർഡ്സ്, മെജോറിറ്റി ഓഫ് വാക്കുകൾ, മെജോറിറ്റി ഓഫ് ശബ്ദങ്ങൾ എല്ലാം തന്നെ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കറക്റ്റ് ആയിട്ട് അത് പറയുവാനായിട്ട് സാധിക്കണം. ഈ 5 വയസ്സ് അല്ലെങ്കിൽ ഈ ഒരു 3 വയസ്സിന് താഴെയുള്ള കാലയളവിന്റെ ഉള്ളിൽ ആ കുഞ്ഞിനെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ പിൽക്കാലത്ത് റീലേണിംഗ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് കാണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസ്പർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ കുഞ്ഞിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് കണ്ടുപിടിക്കുവാനും അതെങ്ങനെ പരിഹരിക്കാമെന്നതും ഞങ്ങൾ നിർദ്ദേശിച്ചു തരുന്നതായിരിക്കും. താങ്ക് യു.